പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകത എന്താ വെച്ചാൽ നേവി കാഡറ്റ്സ് ഉണ്ടാവും. അതായത് ശരിക്കും നേവിയിലുള്ള ഇപ്പോൾ ഓഫീസർ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്ന കാഡറ്റ്സ് നമ്മളെ ബിടെക്കിന് പഠിക്കാനൊപ്പം ഉണ്ടാവും. അവരും 4 ഇയറിൻ്റെ ഈ കോഴ്സ് എടുത്തിട്ട് ഒപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ഈ ട്രെയിനിങ്ങിൻ്റെ ഒപ്പം. അപ്പോൾ അവർ ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. 7 ആൾക്കേ ഉള്ളൂ. അത് ഒരു ഫിക്സഡ് നമ്പറാണ്. 7 ആളെ കയറുള്ളൂ ഇതിൽ. അവർക്ക് വേറെ എക്സാമാണ് കാറ്റ് തന്നെ, പക്ഷെ അവരുടെ എക്സാം വേറെയാണ്. നമ്മളെ റാങ്ക് ലിസ്റ്റിലല്ല വരുന്നത്. അത് അവർക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ്. അതിൽ നിന്ന് സെലക്റ്റായ 7 ആൾക്കാർ വരും. അവരെ കമാൻഡോ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അവരായിട്ട് ഇൻട്രാക്ഷനും എന്തോ കിട്ടും. പ്ലസ് അവരുടെ ഒരു കണക്ഷൻസും ഉണ്ടാവും. അവർ ശരിക്കും ഓഫീസറാവും. ഇനി ഫോർത്ത് ഇയർ കഴിഞ്ഞാൽ അവർ നേരെ അങ്ങനെ ഓഫീസർ ആയിട്ടാണ് പ്ലേസ്മെൻറ്റിന് പകരം അങ്ങനെ അവർ ഓഫീസറായിട്ടാണ് കയറുക. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഡിപ്പിൽ. റെക്കോർഡിംഗ് ആണേ. ആ എടാ, അപ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? എങ്ങനെയാണ് ഇന്ത്യയിൽ ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, IITസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ. അപ്പോൾ ഷിപ്പ് ടെക്നോളജി അല്ലെങ്കിൽ നാവൽ ആർക്കിടെക്ചർ കോഴ്സ് ഇവിടെ തുടങ്ങിയിട്ട് കുസാലിൽ തുടങ്ങിയിട്ട് ഏകദേശം 50 years ആയി. ഇപ്പോൾ ഗോൾഡ് ജൂബിലി നമ്മൾ ഈ ഇയറാണ് ആഘോഷിക്കുന്നത്, 50 years. സോ അത്രയും പഴയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അക്രഡിറ്റേഷനും അതേപോലെ ആ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലോണം. പിന്നെ കഴിഞ്ഞ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് വേറെ പിന്നെ ഉള്ളത് IIT കാൺപൂർ, പിന്നെ മറ്റേ യൂണിവേഴ്സിറ്റി അത് എഴുതിയിട്ട് അവിടെ ഒരു കോഴ്സേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് മെയിനായിട്ട് പ്ലേസ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആദ്യം റെഫർ ചെയ്യുന്ന കുസാറ്റിലാണ്. കാരണം വെച്ചാൽ നമ്മുടെ 50 years ഉണ്ടാവുകൊണ്ട് അലുമിനി സപ്പോർട്ട് അത്യാവശ്യം നല്ലോണം. ഈ 50 yearsലുള്ള ആൾക്കാർ ഒരിക്കലും പ്ലേസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും നല്ല പൊസിഷനാണ് ഇപ്പോൾ കമ്പനീസിലുള്ളത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ. സോ എന്തായാലും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് കുസാറ്റിനെയാണ്. IITനെ വെച്ച് നോക്കുമ്പോൾ ആദ്യം കുസാറ്റിൽ വന്നിട്ടേ ബാക്കി പ്ലേസ്മെന്റ് പോകുന്നുള്ളൂ ഇതുവരെ. പിന്നെ ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രൊഫസേഴ്സ് ആണ് എടുക്കുന്നതും. പിന്നെ 50 yearsന്റെ ഒരു ഇതുണ്ട് അതിന്, ഒരു ക്വാളിറ്റി. കാരണം ആദ്യമായിട്ട് തുടങ്ങിയതും കൂടിയല്ലേ, അപ്പോഴത്തേക്കും പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ ഇപ്പോൾ ഇതുവരെ തുടങ്ങുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ഈ പുതിയ കോഴ്സായിട്ട്. പക്ഷെ ഇപ്പോൾ കറന്റ്ലി അത്ര വേറെ എവിടെയും അങ്ങനെ കൊടുക്കുന്നില്ല. അത് റെയർ കോഴ്സ് പോലെയാണ് കറന്റ്ലി ഉള്ളത്. ഇനി വരും വർഷങ്ങളിൽ ഇങ്ങനെ പലതും തുടങ്ങുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് കറന്റ്ലി നോക്കുകയാണെങ്കിൽ റെയർ ആയിട്ടേ കിട്ടുന്നുള്ളൂ കോഴ്സ്. പക്ഷെ നിങ്ങളുടേത് ഒരു പ്രൂവൻ ആണ്. കാരണം ഇത്രയും നാളത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ അതെ. എടാ, അതേപോലെ തന്നെ പ്ലേസ്മെന്റ് വെച്ച് എങ്ങനെയാ, 100% പ്ലേസ്മെന്റ് ഉണ്ടോ? എത്രയാണ് ഹയസ്റ്റ് പോകുന്നത്? അതിനെ പറ്റി ഒന്ന് പറയാമോ? പിന്നെ ഒരേ കാര്യം കൂടി, നിങ്ങളെ പ്ലേസ്മെന്റ് ഒരു ഇന്റർനാഷണൽ ലെവലല്ലേ പ്ലേസ്മെന്റ് പോകുന്നത്? അതിനെ കൂടി എവിടെ നിന്നൊക്കെയാണ് കമ്പനീസ് ഉള്ളത്? അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? കമ്പനീസ് ഇപ്പോ കഴിഞ്ഞ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്ലേസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ ഇയറിന്റെ. അവർക്ക് കഴിഞ്ഞാലേ നമുക്ക് പ്ലേസ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ആയാലേ കറക്റ്റ് ഇയറിന്റെ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ് ആയിരുന്നു. പിന്നെ പ്ലേസ്മെന്റ് പാക്കേജും അത്യാവശ്യം നല്ല ഇതിലാണ് പോയിട്ടുള്ളതും. പിന്നെ ഫോറിൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ UAE അവിടെയൊക്കെ പ്ലേസ്മെന്റ് പോകുന്നുണ്ട്. പിന്നെ കമ്പനീസ് ബോയാൻസി, ഗ്രേറ്റ് വാട്ടേഴ്സ്, ടീടെക്, LNT അങ്ങനെ കമ്പനീസ് വരുന്നുള്ളത്. ഹയസ്റ്റ് എത്രയാടാ പോകുന്നത്? 30 ആ ഒരു റേഞ്ചിൽ പോകുന്ന ഞാൻ സൈറ്റിൽ കണ്ടല്ലോ. എങ്ങനെയാ, അതിനെ പറ്റി ഒന്ന് പറയാം. അത് കഴിഞ്ഞത് ഹയസ്റ്റ് 30 പോയിട്ടുള്ളത്. പ്രാവശ്യത്തെ കഴിയാതെ നമുക്ക് ഹയസ്റ്റ് എത്ര പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ഡീറ്റെയിൽ 30 പോയിട്ടുണ്ട്. എടാ, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ സേഫ്റ്റി ചോദിച്ചപ്പോൾ കുറെ പേരെ ചോദ്യമാണ്. ഗേൾസിന് എങ്ങനെയാണ്, നിങ്ങളെ ബാച്ചിൽ ഗേൾസ് ഉണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ്? ഗേൾസ് കമ്പാരിറ്റീവ്ലി അതർ ബാച്ചസിനെ നോക്കുമ്പോൾ കുറവാണ്. ഇപ്രാവശ്യം ബാച്ചിൽ 4 ഉള്ളൂ. ടോട്ടൽ ഓവറോൾ 45 ആൾക്കാർ എടുക്കുന്നുള്ളൂ. അതിൽ 4 ഗേൾസ് ഒക്കെ കൂടി വന്നിട്ടുള്ളത്. ഗേൾസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അവർക്ക് സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനെയൊന്നും വരില്ല. കാരണം ഇതിന് ജോബ് പല സെക്ടേഴ്സിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോ ലൈക്ക് ഓഫീസ് ജോബ്സും ഉണ്ട്, ഇതിന് ഫീൽഡ് വർക്കും ഉണ്ട്. അപ്പോ അവർക്കായിട്ടുള്ള കംഫർട്ട് സോണിൽ മീൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും അധികം അങ്ങനത്തെ ജോബ്സ് കിട്ടിയ പ്രശ്നം വരില്ല. അങ്ങനെ ഈ മറൈൻ എഞ്ചിനീയർമാരെ പോലെ നിങ്ങളുടെ യൂണിഫോമിന് വല്ല പ്രത്യേകത ഉണ്ടോ? അവരുടെ പോലെ വല്ല സിമിലാരിറ്റീസ് ഉണ്ടോ? ഇല്ല, നമുക്ക് യൂണിഫോം ഒന്നും ഇല്ല. നമ്മൾ ഡിഫറെന്റ് ക്യാമ്പസ് ആക്ച്വലി. മറൈൻ ആയിട്ട് യാതൊരു ബന്ധമില്ല നമുക്ക്. മറൈൻ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആയിട്ട് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ യൂണിഫോം അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക്. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്രയുണ്ട് നിങ്ങളുടെ ബാച്ചിൽ? ഒരുപാട് പേരുണ്ടോ? നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഉണ്ട്.
പിന്നെ നമ്മൾ ഈ നേവി കേഡറ്റ്സ് ഇതിനൊക്കെ സൈഡിലേക്ക് കോഴ്സ് എടുക്കുന്നുണ്ട്. അവരുടെ ട്രെയിനിങ്ങിന്റെ ഒപ്പം ബിടെക്കും കൂടി കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊരു ഇപ്പൊ എന്റെ ബാച്ചിൽ എന്ന് പറഞ്ഞാൽ കറന്റ് 7 ആൾക്കാർ നേവി സ്റ്റുഡൻസ് ആണ്. നേവി സ്റ്റുഡൻസ് അല്ലേ? നേവിയിൽ അവര് ഓഫീസർ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ബിടെക് എടുക്കേണ്ടവർക്ക് എക്സാം എഴുതിയിട്ട് അവർ കയറുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് വഴി നേവിയിൽ കയറാനോ അങ്ങനെ ഗവൺമെന്റ് ബോഡീസിൽ കയറാനോ എന്തെങ്കിലും? നമ്മള് നേവിയിൽ കയറാൻ പറ്റണ്ടാവില്ല. നേവി സെക്ടറിൽ ഗവൺമെന്റ് അല്ല നേവി കയറാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ പ്രിപ്പറേഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാന് പറയാറുണ്ട്, നിന്റെ ഒരു രീതിയിൽ കീം കൊണ്ട് എങ്ങനെയാണ് കീം പ്രിപ്പറേഷൻ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്കറിയാം സത്യം എന്താണെന്നുള്ളത്. പക്ഷെ നീ പറയുമ്പോഴത്തേക്കും ഒരു എക്സ്പീരിയൻസ് ആള് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് അവർക്ക് അറിയില്ല. അങ്ങനെ ചോദിക്കുകയാണ്. മനസ്സിലായില്ല? ആ പെർസ്പെക്ടീവില് എനിക്കറിയാൻ കാര്യം. അപ്പോ ഞാനിപ്പോ ജെഇ കീം കുസാറ്റി എല്ലാം എഴുതിയതാണ്. അപ്പൊ എന്റെ ഒരു ഇതിൽ വെച്ച് നോക്കിയാല് ഞാൻ കീം എന്ന് വെച്ചാൽ മാത്സിന് അധികം കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീൻസ് ആ ടഫ്നെസ് ലെവലിൽ കീം കൊണ്ടുപോയിട്ടില്ല. പക്ഷെ കുസാറ്റി എന്ന് പറഞ്ഞാല് മാത്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് എന്റെ ഫീൽ. ഫിസിക്സ് കെമിസ്ട്രി വലിയ സീൻ ഇല്ലാണ്ട് ഇതാക്കാം. പക്ഷെ മാത്സ് ഇത്തിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഉള്ള ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കട്ട് ഓഫ് ഉള്ള കാരണം മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ അത് റാങ്കിനെയും ബാധിക്കും, അതേപോലെ കട്ട് ഓഫിനെയും ബാധിക്കും. അപ്പോ അങ്ങനത്തെ ഹൈ ലെവൽ കോഴ്സസ് എടുക്കുമ്പോൾ അത് നന്നായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടീം ലെവൽ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കൂട്ടുകാരന്റെ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഞാനിപ്പോ ആഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഇനി അടുത്തിട്ട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയാണെങ്കിലും 1.5 മാസം സമയമുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇടുമ്പോഴത്തേക്കും ഇപ്പൊ നേരത്തെ അറിയുമല്ലോ. പ്രത്യേകിച്ച് നീ പറയുമ്പോഴത്തേക്കും നിന്റെ എക്സ്പീരിയൻസോട് വലിയ പോയിന്റ്, അതാണ് വാല്യൂ. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതിനെക്കാട്ടിലും റീസെന്റ് ആയിട്ട് നീ ചെയ്തത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോ കുസാറിന്റെ ചെയ്തെന്താ വെച്ചാൽ കുസാറിന്റെ പ്രീതിയിലേക്ക് മാത്രം ഞാൻ കുസാറിന് പോയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കീം സ്റ്റാർട്ട് ചെയ്തത് എന്റെ കോഴ്സ് നോക്കി. അപ്പോ കീമിന്റെ പ്രിപ്പറേഷൻ വെച്ചിട്ട് നടക്കും തോന്നില്ല എനിക്ക്. പ്രീവിയസ് ഇയർ എന്തായാലും നോക്കേണ്ടി വരും കുസാറിന്റെ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ബാച്ചില് ജയിക്കാര് തന്നെയാണോ കൂടുതലുള്ളത്, റിപ്പീറ്റേഴ്സ് ആണോ കൂടുതലുള്ളത്? എങ്ങനെയാ അതിന്റെ ഒരു കോമ്പോസിഷൻ നോക്കിയിട്ട് എങ്ങനെയാ ഉള്ളത്? മെയിൻലി റിപ്പീറ്റേഴ്സ് ആണ്. പിന്നെ ഉള്ളത് പ്ലസ് 1 പ്ലസ് 2 ഇന്റഗ്രേറ്റഡ് ചെയ്ത ഒരാൾക്കാരുണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ ഉള്ളവരാണ് എന്തായാലും ഉള്ളത്. ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ് കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ആരും കോച്ചിങ് എടുക്കുന്നില്ല. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ ജെഇ ലെവല് തന്നെ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതല്ലേ? അല്ലെങ്കിൽ ക്യുസാറ്റിന്റെ അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ടോട്ടൽ? അങ്ങനെ പ്ലസ് 1 പ്ലസ് 2 ഇന്റഗ്രേറ്റഡ് ചെയ്ത ജെഇ റിപ്പീറ്റേഴ്സ് അങ്ങനെയാണ് കൂടുതൽ എന്റെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല കോമ്പോസിഷൻ. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ബ്രാഞ്ചിനെ പറ്റിയെങ്ങാനും? എടുത്ത് പറയാന്ന് വെച്ചാല് ഇപ്പൊ കറന്റ്ലി എല്ലാവരും അതർ കോഴ്സസ് റെഫർ ചെയ്ത് പോകുന്നവരാണ്. CSEC അങ്ങനെ ആ ലെവലില്. അപ്പോ എയർ കോഴ്സ് ആകുമ്പോൾ അതിന് നേരെ ബ്രാഞ്ചാണ്. അപ്പൊ അതിന് പോസിബിലിറ്റീസും ഹൈ ആണ്. അതേപോലെ ലൈക്ക് ഇനി ഫ്യൂച്ചറിലെങ്ങാനും വേറെ വല്ല കോളേജും ഇതിന് കോമ്പറ്റീഷൻ ആയി വന്നാല് ഷിപ്പ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഡൗൺഫോൾ അപ്പോള് നമുക്കറിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. അങ്ങനെ വരത്തില്ല, കാരണം പ്രൊഡക്ഷൻ കുറവല്ലേ, ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം ലിമിറ്റഡാ. അതാ പറഞ്ഞ വേറെ കോളേജസ് വന്നാലുള്ളത് എനിക്കറിയില്ല. ബട്ട് ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിനി സപ്പോർട്ട് ഉണ്ട്. 50 ഇയേഴ്സിന്റെ അത്രയും ഒരു സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇത്ര ഉള്ളത് കൊണ്ട് ഓവറോൾ ഗുഡ് ആണ് കുസാറ്റിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ട് എക്സാമിന്. അതായത് ഞാന് പറയുന്നൊരു കാര്യം അത് ശരിയാണോ എന്നുള്ളതും കൂടി ഒന്ന് വാലിഡേറ്റ് ചെയ്യാനാണ്. അതായത് ഇത് കിട്ടിയ ജോലി ഷുവറാ, നല്ല ജോലി, ഒരു 10 ലക്ഷത്തിന് മുകളിലോട്ട് നമുക്ക് അഷ്വർ ചെയ്യാന്നുള്ളത് ഉറപ്പാണോ? അങ്ങനെ ഒരു നമുക്ക് പറയാൻ പറ്റുമോ? അത് കൂടുതൽ ഈ സെക്ടറിലേക്ക് വന്നെന്ന് വെച്ചാല് സ്റ്റാർട്ടിംഗ് സാലറി നോക്കിയിട്ട് കാര്യമില്ല. അത് എക്സ്പീരിയൻസ് ബേസിസിലാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത്. തുടക്കത്തിൽ കയറുന്നു നോക്കിയിട്ട് കാര്യമില്ല. പതിയെ പതിയെ എത്രത്തോളം എക്സ്പീരിയൻസ് കിട്ടുന്നോ ആ ഫീൽഡിൽ അങ്ങനെ ഹൈക്ക് ചെയ്ത് പോകുന്നു. അപ്പോ അത് നമുക്ക് ഇപ്പൊ കറക്റ്റ് അങ്ങനെ ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഡിസിഷനാ, ഒരു സെറ്റിൽമെന്റ് ആണെന്ന് പറയാൻ പറ്റുമോ ലൈഫിൽ വേറെ ബ്രാഞ്ചുകൾ നോക്കുമ്പോൾ? കറന്റ്ലി നോക്കുകയാണെങ്കിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണെന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ സെക്യൂർ ആയി, നമ്മുടെ ഫ്യൂച്ചർ ഒക്കെ ആയി നിലവിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇനി ഒരു കോമ്പറ്റീഷൻ വന്നാലും അതൊരു 4 കൊല്ലത്തേക്ക് എന്തായാലും അഫക്ട് ചെയ്യത്തില്ല. കാരണം അവരിനി പുതിയ ബാച്ച് ഇറക്കി പ്ലേസ്ഡ് ആയി ആ ക്വാളിറ്റി എത്തിയെന്ന് തോന്നുന്ന ഒരു ഗ്യാപ്പ് ഇനി കിട്ടും നിലവിൽ. ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കറന്റ്ലി ഇറ്റ്സ് ബെസ്റ്റ് ചോയ്സ്.
കാരണം അതാണ് നിങ്ങളുടെ അത് ക്വാളിറ്റി കോഴ്സ്. അഷ്വർഡ് ആണ്. കാരണം നിങ്ങൾ എത്ര കൊല്ലം 50 കൊല്ലോ എത്രയാടാ 50 years ആയി. 50 years കൊണ്ട് വേറെ ആരും ഇല്ല, IIT പോലും ഇല്ല അല്ലേ? ഫസ്റ്റ് പ്ലേസ്മെന്റ് പിടിക്കാൻ തന്നെയാണ് ഒരു വേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൊസിഷൻസ് അങ്ങനെയാണല്ലോ, അലുമിനിയസ് തന്നെയാണ് പൊസിഷൻസ് ഉള്ളത്, ഹൈ പൊസിഷൻസിലുള്ളത്. അപ്പൊ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുക നമ്മുടെ കോഴ്സ് അല്ല കോളേജ് തന്നെയാണ്. എന്നിട്ട് അത് കോളേജിലേക്ക് പോകലുള്ളൂ. അങ്ങനെയാണ് പൊതുവെ. വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ആഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ? അങ്ങനെ എക്സ്ട്രാ നമ്മൾ പ്ലാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ആ ശരി എടാ.